ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രവീന്ദ്രന്റെ മനസ്സിൽ ഒട്ടും സ്വസ്ഥതയുണ്ടായിരുന്നില്ല. അസ്വസ്ഥതയോടെ ഉമ്മറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കുകയായിരുന്നു ചന്ദ്രമതി. വിശ്വനാഥനെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ സുധിയെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഗേറ്റിലെ കാത്തുനിൽപ്പ് സഹിക്കാൻ കഴിയാതെ ചന്ദ്രമതി ഇടയ്ക്കിടയ്ക്ക് വഴിയിലേക്ക് നോക്കി. സന്ധ്യ മയങ്ങിയ വെളിച്ചത്തിൽ ഗേറ്റിൽ കടന്ന് ഒരാൾ വരുന്നത് കണ്ടപ്പോൾ ചന്ദ്രമതിയുടെ മുഖത്ത് ആകാംക്ഷ നിറഞ്ഞു. അത് സുധിയായിരുന്നു. അവന്റെ നടപ്പിലും ഭാവത്തിലും എന്തോ വലിയൊരു വാർത്ത കൊണ്ടുവന്നതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. എടാ മോനെ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്തായി? വിശ്വനാഥനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? മുറ്റത്തേക്ക് കയറി വന്ന സുധിയോട് ചന്ദ്രമതി തിടുക്കത്തിൽ ചോദിച്ചു. ഇത് കേട്ട് രവീന്ദ്രൻ കസേരയിൽ നിന്ന് വേഗത്തിൽ തന്നെ എഴുന്നേറ്റു. സുധി ഒരു നെടുവീർപ്പോടെ മുഖം തുടച്ചു. ഇല്ലമ്മേ, അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നാ പോലീസ് പറയുന്നത്. ഇനി ഏത് കാലത്ത് അന്വേഷിച്ച് വിവരം കിട്ടുമോ എന്നൊന്നും അറിയില്ല. അയാൾ മുങ്ങിയത് തന്നെയാ. വെറുതെ സ്റ്റേഷനിൽ പോയിട്ടൊരു കാര്യവുമില്ല. രവീന്ദ്രൻ നിരാശയോടെ തലയാട്ടി. അതെങ്ങനെയാ? അല്ലെങ്കിൽ പിന്നെ അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? വെറുതെ ഒരു പോക്ക് പോകുമെന്ന് മാത്രം. അല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടത്തില്ല. രവീന്ദ്രന്റെ വാക്കുകളിൽ വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. അതെ, പക്ഷേ ഈ പോക്ക് കൊണ്ട് വേറൊരു ഗുണമുണ്ടായി അമ്മേ. അതെന്താടാ? ചന്ദ്രമതി നെറ്റിച്ചുളിച്ചു. നമ്മുടെ സച്ചി ഉണ്ടല്ലോ, അവൻ പോലീസ് സ്റ്റേഷനിലുണ്ട്. സുധി പറഞ്ഞത് കേട്ട് രവീന്ദ്രനും ചന്ദ്രമതിയും ഒരു നിമിഷം അങ്ങ് തറഞ്ഞു നിന്നു. രവീന്ദ്രന്റെ കണ്ണുകളിൽ പെട്ടെന്ന് തീ പാറുന്നത് പോലെ തോന്നി. എന്താടാ, നീ എന്താ ഈ പറയുന്നത്? സച്ചിയോ? അവൻ പോലീസ് സ്റ്റേഷനിലോ? രവീന്ദ്രന്റെ ശബ്ദത്തിൽ ഗാംഭീര്യം പൂണ്ടു. ഉള്ളിലെ ദേഷ്യം പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങി. എടാ, വെറുതെ നീ ഓരോരോ കള്ളത്തരം പറയരുത്, ചന്ദ്രമതി താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു. എന്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടാ വന്നത്. ഞാൻ വിശ്വനാഥനെ കുറിച്ച് അന്വേഷിക്കാൻ ചെന്നപ്പോഴല്ലേ ഈ കാര്യം അറിയുന്നത്. അവനെ പോലീസ് പിടികൂടിയതാ. മിക്കവാറും അവൻ ഇനി കാണാൻ ജയിലിൽ പോവേണ്ടി വരും. സുധിയുടെ വാക്കുകളിൽ സച്ചിയോടുള്ള പുച്ഛം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടതും ചന്ദ്രമതിയുടെ ഭാവം മാറി. ഓ, കുറച്ചു നാളത്തേക്ക് വീട്ടിലൊരു സമാധാനം ഉണ്ടായിരുന്നു. അവൻ വീണ്ടും തുടങ്ങിയോ? ഈ യാത്രയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ അവൻ അഹങ്കാരം വല്ലാതെ കൂടിയിട്ടുണ്ട്. അതാ ഈ വക പണികളൊക്കെ ഇറക്കുന്നത്. ചന്ദ്രമതിയുടെ വാക്കുകളിൽ രവീന്ദ്രന്റെ ദേഷ്യം വന്നു. അല്ല, അവൻ എന്തിനാടാ പോലീസ് പിടിച്ചോണ്ട് പോയത്? രവീന്ദ്രന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അതോ അവൻ വെള്ളമടിച്ച് വഴക്കുണ്ടാക്കിയതിനാ? ലക്ക് കെട്ട് ആരോടൊക്കെ അടിപിടി ഉണ്ടാക്കി. അതാ പോലീസ് പൊക്കിയത്. അല്ലാതെ പിന്നെ വേറെന്തിനാ? സുധി വളരെ രാഘവത്തോടെ പറഞ്ഞു നിർത്തി. വെള്ളമടിച്ച് വഴക്കുണ്ടാക്കിയെന്നോ? അവനോ? രവീന്ദ്രൻ അന്തം വിട്ടുപോയി. ഇത്രയും നാൾ സച്ചി നന്നായിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടങ്ങ് തകർന്നു വീണതുപോലെ തോന്നി. വീണ്ടും പഴയതുപോലെ അവൻ വഴി തെറ്റിപ്പോയിരിക്കുന്നോ എന്ന ചിന്ത ആ അച്ഛനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ആ സമയത്തിന് രേവതി അങ്ങോട്ടേക്ക് വന്നു. സച്ചിയുടെ ഭാര്യയായ അവൾക്ക് ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. സുധി പറഞ്ഞത് കേട്ട് അവളുടെ നെഞ്ചിടിപ്പ് കൂടി. സച്ചിയേട്ടന്റെ കാറ് പോലീസ് പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് അവൾ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിന് പിന്നാലെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നീ കേട്ടോടി നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ? ചന്ദ്രമതി രേവതിയെ നോക്കി കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ ചോദിച്ചു. അവൻ സ്റ്റേഷനിലുണ്ടത്രേ. വെള്ളമടിച്ച് ലെക്ക് കെട്ട് ആരുടെയൊക്കെയോ വഴക്കുണ്ടാക്കിയത് പോലീസ് പിടിച്ചതാണ്. അധികം വൈകാതെ തന്നെ അവനെ ജയിലിലേക്ക് കൊണ്ടുപോകും. രേവതിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. സച്ചിയേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സച്ചിയേട്ടനോട് പോലീസുകാർ തർക്കിക്കുന്നത് കണ്ടെന്ന് സുധി വീണ്ടും വീണ്ടും തറപ്പിച്ചു പറഞ്ഞു. പോലീസുകാർ തന്നെയാണ് തന്നോട് ഈ വിവരം പറഞ്ഞത് എന്നും അവൻ കൂട്ടിച്ചേർത്തു. രേവതിക്ക് വല്ലാത്ത ടെൻഷനായി. ഒരു പക്ഷേ കാറിന്റെ കാര്യത്തിന് പോയപ്പോൾ പോലീസുകാരുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി കാണുമോ എന്ന് അവൾ ഭയന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവനെ കൊണ്ട് തോറ്റല്ലോ. ഏതായാലും നമുക്കൊന്ന് സ്റ്റേഷനിൽ പോയി വരാം, രവീന്ദ്രൻ കടുത്ത നിരാശയോടെ പറഞ്ഞു. രവീന്ദ്രനും ചന്ദ്രമതിയും സുധിയും സ്റ്റേഷനിലേക്ക് പോവാൻ തയ്യാറെടുത്ത് ഉമ്മറത്തേക്ക് ഇറങ്ങി. രേവതിയും നെഞ്ചുരിപ്പോടെ അവരുടെ പിന്നാലെ ചെന്നു. ഗേറ്റിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിന്നത്. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അവരുടെ മുഖത്തേക്ക് പതിച്ചു. എല്ലാവരും ഒരുപോലെ കാറിലേക്ക് നോക്കി. അത് സച്ചിയുടെ കാറായിരുന്നു. മുറ്റത്ത് കാറ് നിന്നതും ഡോർ തുറന്ന് സച്ചി പുറത്തേക്ക് ഇറങ്ങി. അവന്റെ മുഖത്ത് ചെറിയൊരു ക്ഷീണമുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് എങ്ങോട്ടേക്കോ പോവാൻ നിൽക്കുന്നത് പോലെ ഉമ്മർത്ത് നിൽക്കുന്നത് കണ്ട് സച്ചിക്ക് അത്ഭുതം തോന്നി. അവൻ പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു. കാറിൽ നിന്നിറങ്ങി വരുന്ന സച്ചിയെ കണ്ടപ്പോൾ രവീന്ദ്രനും ചന്ദ്രമതിയും ശരിക്കും അങ്ങ് അന്താളിപ്പുണ്ടായി. അവൻ പോലീസ് സ്റ്റേഷനിലല്ലേ? പിന്നെ എങ്ങനെ ഇവിടെ എത്തിയെന്ന ചിന്തയായിരുന്നു എല്ലാവർക്കും. ഇതെന്താ അച്ഛാ, നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങിയതാ? സച്ചി വളരെ സാധാരണമായി ചോദിച്ചു. സച്ചിയുടെ മുഖത്തേക്ക് നോക്കിയ രവീന്ദ്രന്റെ കണ്ണുകളിൽ ദേഷ്യം ആളിക്കത്തുന്നുണ്ടായിരുന്നു. പല്ലിറുമി കുറച്ചു നേരം നിന്നിട്ട് അദ്ദേഹം ചോദിച്ചു. നീ ഇത്ര സമയം എവിടെയായിരുന്നടാ എന്ന്? അത് പിന്നെ അച്ഛാ, ഞാൻ സച്ചി എന്തോ പറയാൻ തുടങ്ങി. നീ പോലീസ് സ്റ്റേഷനിലായിരുന്നോ? രവീന്ദ്രന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ആ മുറ്റത്ത് മുഴങ്ങി. അതേ അച്ഛാ, സച്ചി സത്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ രവീന്ദ്രന്റെ നിയന്ത്രണം വിട്ടു. വലതുകൈ വായുവിലുയർന്നു. ടപ്പേ എന്നൊരു ശബ്ദത്തോടെ സച്ചിയുടെ കർണക്കുറ്റി നോക്കിയിട്ട് ഒരൊറ്റ അടിയായിരുന്നു. ഇടിയേറ്റതുപോലെ സച്ചി ഒരു നിമിഷം പുറകിലേക്ക് വേച്ചുപോയി. അവൻ തന്റെ കവിളിൽ കൈവച്ചുകൊണ്ട് അവിശ്വസനീയതയോടെ അച്ഛനെ നോക്കി. എന്താ സംഭവിക്കുന്നത് അവന് മനസ്സിലായില്ല. രേവതി ഞെട്ടിത്തരിച്ച് നിൽക്കുമായിരുന്നു. എടാ, അപ്പൊ നീ വീണ്ടും തുടങ്ങിയല്ലേ? നീ എത്ര പറഞ്ഞാലും നന്നാവില്ലല്ലോടാ.
രവീന്ദ്രൻ പൊട്ടിത്തെറിച്ചു. അച്ഛൻ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ സച്ചി പറയാൻ ശ്രമിച്ചു. നീ കൂടുതലൊന്നും പറയണ്ടടാ, എനിക്കെല്ലാം മനസ്സിലായി. നീ നന്നാവുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. എല്ലാ പ്രതീക്ഷകളും നീ ഒറ്റയടിക്കങ്ങ് തകർത്ത് കളഞ്ഞല്ലോടാ. രവീന്ദ്രന്റെ ശബ്ദത്തിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു. രേവതിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ മുന്നോട്ട് വന്നു. എന്തൊക്കെയാ സച്ചിയേട്ടായി കേൾക്കുന്നത്? നിങ്ങൾ എന്തിനാ? രേവതി, നീ എന്തൊക്കെയായി പറയുന്നത്? സച്ചിയേട്ടൻ എന്ത് ചെയ്തു എന്നാ? സച്ചി ചോദിച്ചു. വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ചന്ദ്രമതി ഇടയിൽ കയറി. രവിയേട്ട, അവൻ എത്ര തല്ലിയിട്ടും കാര്യമില്ല. അവന് നന്നാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ജന്മത്തിൽ അവൻ നന്നാവില്ല. അതിന് വളം വെച്ചു കൊടുക്കുന്ന ആള് രവിയേട്ടനാ. ഓരോ തവണ അവൻ ഓരോ തെറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ രവിയേട്ടൻ അതിങ്ങനെ എടുത്ത് തലയിൽ വെക്കും. ഇപ്പൊ കണ്ടില്ലേ അടുത്ത പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്? അല്ല, ഞാൻ എന്ത് പ്രശ്നമുണ്ടാക്കിയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മിണ്ടിപ്പോവരുത് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ വീണ്ടും അടിക്കാൻ വേണ്ടി കയ്യോങ്ങുമ്പോഴേക്കും രേവതി ഓടിച്ചെന്ന് ഇടയിൽ കയറി. അച്ഛൻ തല്ലുന്നതിന് കാരണം എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് തല്ലേ? സച്ചി ഉറക്കെ പറഞ്ഞു. എടാ സുധി, ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നിന്നെ അവിടെ വെച്ച് കണ്ടില്ലേ? അവൻ വന്ന് എല്ലാം പറഞ്ഞു. നിന്നെ പോലീസ് പിടികൂടി മദ്യപിച്ച് ലക്കെട്ട് പ്രശ്നമുണ്ടാക്കിയതല്ലേ നീയെ? വഴക്കുണ്ടാക്കിയില്ലടാ നീയെ? നീ സ്റ്റേഷനിൽ അതിനല്ലടാ പോയത്? രവീന്ദ്രൻ ചോദിച്ചു. എന്ത് വഴക്കുണ്ടാക്കിയെന്നോ? അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ, അത് തന്നെയാ കാരണം. സുധി വന്ന് ഞങ്ങളോടെല്ലാം പറഞ്ഞു. രവീന്ദ്രൻ സുധിയെ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴേക്കും സച്ചിയുടെ കണ്ണുകൾ സുധിക്ക് നേരെ തിരിഞ്ഞു. അവന് കാര്യം മനസ്സിലായി. അവൻ വേഗത്തിൽ സുധിയുടെ അടുത്തേക്ക് ചെന്ന് അവന്റെ ഷർട്ടിനങ്ങ് കുത്തിരി പിടിച്ചു. സത്യം പറടാ, നിന്നോട് ആരാ പറഞ്ഞത്? സച്ചിയുടെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. എന്നോട് അവിടെയുള്ള പോലീസുകാരൻ പറഞ്ഞതാ. സുധി പേടിയോടെ പതറി. സച്ചി അവനെ തള്ളി മാറ്റിയിട്ട് രവീന്ദ്രന്റെ അടുത്തേക്ക് വന്നു. അച്ഛാ, ഇതൊന്നുമല്ല സത്യം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയത് അതിനൊന്നുമല്ല. എന്റെ കാറ് പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് കാറ് പുറത്തിറക്കാനോ? ചന്ദ്രമതിയും സുധിയും രവീന്ദ്രനും ഒരു അന്താളിപ്പോടുകൂടെ സച്ചിയെ നോക്കി. അവർക്കൊന്നും മനസ്സിലായില്ല. രേവതി പതിയെ ചോദിച്ചു. അപ്പോ അതിനു വേണ്ടിയിട്ട് സച്ചിയേട്ടൻ പോയതാണോ? അതിനു വേണ്ടിയിട്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? സച്ചി ഒരു ദീർഘനിശ്വാസം വിട്ടു. അവന്റെ കവിൾ അപ്പോഴും അടിയേറ്റതിന്റെ വേദന നീറുന്നുണ്ടായിരുന്നു. എന്റെ രേവതി, ഞാൻ വെള്ളമടിച്ച് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയതൊന്നുമല്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ കാറ് പുറത്തിറക്കാൻ പോവാണ് എന്ന്. പിന്നീട് അവൻ രവീന്ദ്രന്റെ നേരെ തിരിഞ്ഞു. അച്ഛന്റെ മുഖത്ത് സങ്കടവും ദേഷ്യവും കണ്ട് സച്ചിയുടെ ശബ്ദം ശാന്തമായി. അച്ഛാ, ഇന്നലെ എന്റെ കാറ് നോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് പോലീസുകാർ പിടിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ഒരു മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി അവിടെ നിർത്തിയാ. അതിനു വേണ്ടിയിട്ട് അവിടെ കയറിയതായിരുന്നു. പെട്ടെന്ന് വരാമെന്ന് കരുതിയിട്ട് അവിടെ ഇട്ടതാ. അപ്പോഴേക്കും പോലീസുകാർ വന്ന് അത് പിടിച്ചോണ്ടുപോയി. അന്നേരം സുധി ഇടയിൽ കയറി ചോദിച്ചു. അങ്ങനെ അങ്ങ് പിടിച്ചു പോവേണ്ട കാര്യം എന്തായെന്ന്? നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇട്ടിട്ടെങ്കിൽ ഫൈൻ അടച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. ഇവൻ കള്ളത്തരം പറയാച്ചാ. മിണ്ടരുത് നീ. സച്ചി സുധിക്ക് നേരെ വിരൽ ചൂണ്ടി ഗർജിച്ചു. രവീന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു. എടാ, അങ്ങനെ കൊണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് പോലീസ് വണ്ടി എടുത്തുകൊണ്ട് പോകില്ലല്ലോ. അത് പിന്നെ അച്ഛാ, ആ പോലീസുകാരൻ കുറച്ച് മോശമായിട്ട് എന്നോട് പെരുമാറി. അച്ഛനൊക്കെ വളരെ മോശമായി സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഞാൻ അയാളുടെ കോളറിന് കയറി പിടിച്ചു. അതിന്റെ ദേഷ്യത്തിന് അയാൾ ആ വണ്ടി എടുത്തു പോയതാ. സച്ചി സത്യമെല്ലാം തുറന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധിക്ക് വീണ്ടും അങ്ങ് പരിഹാസം തുടങ്ങി. അങ്ങനെ വരട്ടെ. വെറുതെ അല്ല. പോലീസുകാരനടിക്കാൻ ചെന്നാൽ പിന്നെ അവർ വെറുതെ വിടുവോ? സച്ചി സുധി അവഗണിച്ച് അച്ഛനോട് പറഞ്ഞു. അച്ഛാ, ഇന്നലെ ഞാൻ അച്ഛനോട് ഇത് പറയാനിരുന്നതാണ്. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ടായെന്ന് കരുതിയിട്ടാ പറയാത്തത്. പോയി ഫൈൻ അടിച്ച് കാർ എടുത്തോണ്ട് വരാമെന്ന് കരുതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ SI സാറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കാർ വിട്ടുതരുകയും ചെയ്തു. ശരിക്കും ഒരു ഫൈൻ അടിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ ആ പോലീസുകാരന്റെ ഈഗോ കാരണം അയാൾ വെറുതെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാ. അല്ലാതെ ഞാനായിട്ടൊരു പ്രശ്നവും അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ വെള്ളമടിച്ചിട്ടുമില്ല. സച്ചി പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ രവീന്ദ്രന് വല്ലാത്ത സങ്കടമായി. യാതൊരു കാര്യവുമില്ലാതെയാണ് താൻ തന്റെ സ്വന്തം മകന്റെ കർണത്തടിച്ചത് എന്ന് അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അച്ഛന്റെ ഹൃദയം നീറി. സച്ചി പതിയെ അച്ഛന്റെ കൈകളിൽ പിടിച്ചു. അച്ഛനോട് ഞാൻ എപ്പോഴെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഞാൻ കള്ളത്തരം പറയോ? ഞാൻ ആരോട് കള്ളം പറഞ്ഞാലും എന്റെ അച്ഛനോട് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടോ? അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. രവീന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹം സച്ചിയുടെ മുഖത്തേക്ക് നോക്കി. എന്റെ മോനെ, നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ അറിയാതെ അവൻ വന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു പോയി. നീ പഴയതുപോലെ ആയോ എന്ന് ഞാൻ പേടിച്ചു. വേണ്ട അച്ഛൻ വിഷമിക്കേണ്ട. സച്ചി രവീന്ദ്രനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആ അച്ഛനും മകനും പരസ്പരം ആശ്വസിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയുടെ അടുത്തേക്ക് വന്നു. അവളുടെ കണ്ണിലും സങ്കടമുണ്ടായിരുന്നു. സച്ചേട്ടാ, അച്ഛനോട് നമ്മൾ ഇന്നലെ തന്നെ കാര്യങ്ങളൊക്കെ പറയേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അത് ശരിയാ രേവതി, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാം കഴിഞ്ഞില്ലേ? സച്ചി അവളെ ആശ്വസിപ്പിച്ചു. എല്ലാവരും ഒന്ന് ശാന്തമായി ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഗേറ്റ് തുറന്ന് മറ്റൊരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അത് അശോകനായിരുന്നു. രവീന്ദ്രന്റെ അടുത്ത സുഹൃത്ത്. കുടുംബത്തിലെ ഒരാളെ പോലെ നിൽക്കുന്നവനുമാണ് അശോകൻ. അശോകനെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പന്തികേട് എല്ലാവർക്കും തോന്നി. അയാളുടെ നടത്തത്തിന് ഒരു ഭാരമുണ്ടായിരുന്നു. തല കുനിഞ്ഞ് ആകപ്പാട തകർന്നൊരവസ്ഥയിൽ അയാൾ വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് ഉമ്മറത്തേക്ക് നടന്നു കയറിയത്. അശോകനെ കണ്ടപ്പോൾ രവീന്ദ്രൻ സ്നേഹത്തോട് പറഞ്ഞു. വാ അശോക, കയറി വാ. രേവതിയെ നോക്കി രവീന്ദ്രൻ പറഞ്ഞു. മോളെ രേവതി, ദേ ആരാ വന്നേക്കുന്നേ നോക്കിക്കേ.
രേവതി സന്തോഷത്തോടെ ചിരിച്ച്, ആ അശോകൻ അങ്കിളാണോ? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവൾ അകത്തേക്ക് പോവാൻ തിരിഞ്ഞു. വേണ്ട മോളെ. അശോകന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. എനിക്കൊന്നും വേണ്ട. അയാൾ ഉമ്മറത്തെ തിണ്ണയിലേക്ക് തളർന്നിരുന്നു. അയാളുടെ മുഖത്ത് സങ്കടവും കണ്ണിലെ കണ്ണീരും കണ്ട് രവീന്ദ്രന് പരിഭ്രമമായി. എന്താണ് നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? എന്തുപറ്റി? അശോകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ പോയടാ. ആര് പോയി എന്ന്? എടാ, ബിന്ദുവിന് എന്തെങ്കിലും വയ്യായികയുണ്ടോ? രവീന്ദ്രൻ പെട്ടെന്ന് അശോകന്റെ ഭാര്യയെക്കുറിച്ചാ ഓർത്തത്. അതല്ലേടാ, എൻ്റെ മോള് പോയി എന്ന്. അശോകൻ നെഞ്ചത്തടിച്ച് കരഞ്ഞു. എങ്ങോട്ടേക്ക് പോയെന്നാ നീ ഈ പറയുന്നത്? രവീന്ദ്രനൊന്നും മനസ്സിലാവുന്നില്ല. സച്ചിയും രേവതിയും ചന്ദ്രമതിയും ഞെട്ടലോടെ അശോകന് ചുറ്റും നിന്നു. എടാ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതല്ലേ അവൾക്കൊരു ഇഷ്ടമുണ്ടായിരുന്ന കാര്യം. അവൾ ആ പയ്യനോടൊപ്പം ഇറങ്ങിപ്പോയി. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ ഞെട്ടിപ്പോയി. മാളു അശോകന്റെ ജീവനായ മകളാണ്. അവൾ ഒടിച്ചോരിയിരിക്കുന്നു. സച്ചിക്കും രേവതിക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അശോകൻ കരഞ്ഞുകൊണ്ട് തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും മടക്കിയ ആ ഒരു കടലാസ് കഷ്ണം എടുത്തു. വിറക്കുന്ന കൈകളോടെ അയാൾ അത് രവീന്ദ്രനെ നീട്ടി. എന്റെ മോള് പോയടാ. അവൾ എനിക്കായിട്ട് ഒരു കത്ത് എഴുതി വെച്ചിട്ട് പോയി. രവീന്ദ്രൻ ആ കത്ത് വാങ്ങി. അദ്ദേഹത്തിന് അത് വായിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് സച്ചിയുടെ നേർക്ക് നീട്ടി. എടാ, ഇതൊന്ന് വായിച്ചു നോക്ക്. സച്ചി ആ കത്ത് തുറന്നു. അതിലെ അക്ഷരങ്ങൾ കണ്ണുനീർ വീണ് കുതിർന്നിരുന്നു. സച്ചി ഉറക്കെ വായിക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം ഇറങ്ങിപ്പോവാണ്. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ സച്ചി അശോകനെ നോക്കി ചോദിച്ചു, അല്ലെങ്കിൽ ആരുടെ കൂടെ അവൾ പോയതെന്ന് അങ്കിളിനെ അറിയാമോ? അശോകൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല മോനെ. അവൾക്കൊരു ഇഷ്ടമുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് വേറൊരു ആലോചന ഞാൻ നോക്കിയിരുന്നു. പക്ഷേ അവൾക്കത് സഹിച്ചില്ല. അവൾക്കത് ഇഷ്ടപ്പെട്ടതുമില്ല. അതുകൊണ്ട് അവൾ ഇങ്ങനൊരു കടുങ്ങ് ചെയ്തതാണ്. രവീന്ദ്രൻ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറഞ്ഞു. എടാ, എന്ത് പരിപാടിയാണ് അവളീ കാണിച്ചത്? ഇന്നത്തെ കാലത്തെ കുട്ടികൾ കാര്യം നിനക്കറിയാമല്ലോ. പെട്ടെന്ന് എടുത്തു ചാടുന്ന സ്വഭാവം അവർക്ക്. യാതൊരുവിധ വകതിരിവുമില്ലാതെ അവൾ ഓരോ തീരുമാനവും എടുക്കും. അതിൻ്റെ അനുഭവം നമ്മളല്ലേ അനുഭവിക്കുന്നത്? സച്ചിയുടെ മുഖത്ത് വല്ലാത്ത ഗൗരവം നിന്നു. അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ അവൾ പോയിരിക്കുന്നതൊന്നും നമുക്കറിയില്ലല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വല്ല ചതിയന്മാരുമാണെങ്കിലോ? അശോകൻ ഇരുന്നിങ്ങനെ പൊട്ടിക്കരയായിരുന്നു. തൻ്റെ ജീവിതത്തിലെ സകല സമ്പാദ്യവും അഭിമാനവും നഷ്ടപ്പെട്ട ഒരച്ഛൻ്റെ വിലാപം ആ വീടാകെ സങ്കടത്തിലാഴ്ത്തി. അങ്കിൾ വിഷമിക്കൊന്നും വേണ്ട. സച്ചി അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട്, നോക്കട്ടെ, ഞങ്ങളൊന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അല്ല, അവൾ ആ മെഡിക്കൽ സ്റ്റോറിലല്ലേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതേന്ന് അശോകൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കാം. അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാതിരിക്കില്ല. സച്ചി തീരുമാനിച്ചുറപ്പിച്ചു. ഉടനെ രേവതിയും മുന്നോട്ട് വന്നു. സച്ചിയേട്ടാ, ഞാനും കൂടെ വരാം. സച്ചിയേട്ടനോടൊപ്പം ഞാനും വരാം. നമുക്ക് ഒരുമിച്ച് പോയി അന്വേഷിക്കാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും പോവാൻ തയ്യാറായപ്പോൾ രവീന്ദ്രൻ അശോകന്റെ അടുത്തേക്ക് ചെന്ന് അയാളെ ചേർത്ത് പിടിച്ചു. അതെ, നീ വിഷമിക്കൊന്നും വേണ്ട. ധൈര്യമായിട്ടിരിക്ക്. സച്ചി പോയി അന്വേഷിക്കട്ടെ. എല്ലാം ശരിയാവും. രവീന്ദ്രൻ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സച്ചിയും രേവതിയും ഒട്ടും സമയം കളയാതെ നേരെ കാറിൽ കയറി. അവർ നേരെ പോയത് മാളു ജോലി ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്കാണ്. രാത്രിയുടെ ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു. റോഡിലെ വെളിച്ചങ്ങൾ തെളിഞ്ഞു. കാർ ഓടിക്കുമ്പോഴും സച്ചിയുടെ മനസ്സിൽ മാളുവിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തിയേ തീരൂ. മെഡിക്കൽ സ്റ്റോറിൽ എത്തിയപ്പോൾ അവൾ മാളുവിൻ്റെ ചുറ്റും അടുത്ത് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി സുഹൃത്തുണ്ടായിരുന്നു. സച്ചിയും രേവതിയും വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നു. മാളു എവിടെ? അവൾ ഇന്ന് ജോലിക്ക് വന്നിരുന്നില്ലേ? സച്ചി ഗൗരവത്തിൽ ചോദിച്ചു. പെൺകുട്ടി ഒന്ന് പതറി. അവൾ ഉച്ചക്ക് പോയി. എനിക്കൊന്നും അറിയില്ല. അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ സച്ചി അവളെ വിടാൻ ഭാവമില്ലായിരുന്നു. നിനക്കറിയാം അവൾ ആരുടെ കൂടെയാ പോയതെന്നൊക്കെ നീ പറയൂ കുട്ടി. അത് അവളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അവളുടെ അച്ഛൻ അവിടെ ഇരുന്ന് കരയാണ്. സത്യം പറഞ്ഞില്ലെങ്കിൽ നീയും ഈ കേസിൽ പെടൂ. സച്ചിയുടെ ശബ്ദത്തിൽ ഒരു താക്കീതുണ്ടായിരുന്നു. രേവതിയും അവളെ സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ആ പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാൻ തുടങ്ങി. ആരോടൊപ്പമാണ് മാളു പോയത് എന്ന്, അവൾ ഇപ്പോൾ തന്നെ എവിടെയാണ് ഉണ്ടാവാനുള്ള സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ വിശദമായി തന്നെ സച്ചിക്കും രേവതിക്കും പറഞ്ഞു കൊടുത്തു. കിട്ടിയ വിവരം വെച്ച് മാളുവിനെ കണ്ടെത്താനായി സച്ചിയും രേവതിയും അവിടെ നിന്നും യാത്ര തിരിച്ചു. അവരുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും മാളുവിന് യാതൊരുവിധ പോറലും ഏൽക്കാതെ അവളെ തിരികെ വീട്ടിലെത്തിക്കുക എന്ന കാര്യം. അങ്ങനെ മാളുവിനെ സച്ചിയും രേവതിയും കണ്ടുപിടിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അവിടെ വെച്ചായിരിക്കട്ടോ ശ്രുതിയുടെ കള്ളത്തരമൊക്കെ പൊളിയാൻ പോകുന്നത്. അതിൻ്റെയൊക്കെ എപ്പിസോഡ് ഞാൻ ഒരു വീഡിയോൻ്റെ തൊട്ട് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിട്ടോ. അവിടെ വെച്ചിട്ടായിരിക്കും ബീരാൻ ആരാണ് എന്നും ശ്രുതിയുടെ സകല സത്യങ്ങളൊക്കെ പൊളിയാൻ പോകുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കാം. ചെമ്പനീർ പൂവിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.